आगे चलूं मैं पीछे मेरी जिंदगी थोड़ा सा जी लूं आज मर्जी है मेरी कच्चे कच्चे What are you guys searching for? Yeah, we can forget their lizards inside. Sorry, മോനെ ഹിന്ദി അറിയില്ല. Bolo. Lizards are very No, it's actually very cute. I felt like they are very cute. Oh. So hello everyone, welcome back to another vlog. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് വീണ്ടും ഒരു സൺഡേ വ്ളോഗ് തന്നെയാണ് ആക്ച്വലി. അപ്പോൾ പക്ഷേ ഇപ്രാവശ്യത്തെ സൺഡേ എന്ന് പറഞ്ഞാൽ എന്നും ഇതുവരെ ഞാൻ ഇട്ട സൺഡേ വ്ളോഗ്സ് പോലെ ഭയങ്കര ലേസി അങ്ങനത്തെ വ്ളോഗല്ല എന്തായാലും. കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് ഒരു കിഡിലിൻ പ്രൊഡക്റ്റീവ് വ്ളോഗായിരിക്കും. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഹിസ്റ്ററിയിൽ തന്നെ ഭയങ്കര ഒരു വെല്ലുന്നൊരു പ്രൊഡക്റ്റീവ് വ്ളോഗായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ രാവിലെ ഇൻട്രോ കൊടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ എനിക്ക് പള്ളിയിൽ പോയി. നമ്മൾ പള്ളിയിൽ പോയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല, പള്ളിയിൽ പോയി. ഇനി നമ്മൾ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി പഠിക്കും. പ്ലസ് നമ്മുടെ ഇയർ എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇനി നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമ്മുടെ റിസൾട്ടിൻ്റെ അവിടെ ഇങ്ങനെ ഒരു 2 ലെറ്ററിൻ്റെ ഒരു സാധനം വരും, ER എന്ന് പറഞ്ഞിട്ട്. അത്ര ഉണ്ടാവുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് മുതൽ ഞാൻ എന്താ പറയുക, മറ്റേ 12 hours സ്റ്റഡി വ്ളോഗൊക്കെ ഇല്ല, അതുപോലെ ഞാൻ പഠിക്കാൻ പോവാണ് ആക്ച്വലി. പഠിക്കൽ മാത്രമല്ല, നമ്മൾ അപ്പോൾ ഈ കമ്മിങ് വീക്ക് ഇത്തിരി കഷ്ടപ്പാടായിരിക്കും. കാരണം പ്രാക്ടിക്കൽ എക്സാം, മോക്ക് പ്രാക്ടിക്കൽ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഞാൻ വിചാരിച്ചു ഇന്ന് മീൽ പ്രപ്പ് ചെയ്ത് വെക്കാമെന്ന്. അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഇന്ന് എന്താ പറയുക, ഫുഡ് ഉണ്ടാക്കും, നമ്മൾ പഠിക്കും, കഴിക്കും, പഠിക്കും, ഉറങ്ങാവുന്നെങ്കിൽ വേണമെങ്കിൽ 2 മണിക്കൂർ ഉറങ്ങാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നിങ്ങളൊരു ബുക്കും പേനയും എടുക്കുക. നിങ്ങൾ എൻ്റെ വ്ളോഗ് കാണുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആനിയുടെ വ്ളോഗാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബുക്കും പേനയും എടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ഞാൻ എപ്പോഴൊക്കെ പഠിക്കണം, അപ്പോൾ നിങ്ങൾ ഇരുന്ന് പഠിക്കാം. ടൊമാറ്റോ थोड़ा सा जी लूं आज मर्जी है मेरी कच्चे कच्चे रस्तों पे जिंदगी है टेढ़ी सी रोशन है रात और सुबह मेरी अंधेरी सी बीते लम्हों को बुला के पल थोड़े से चुरा के बीते लम्हों को. നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം ബേസിക്കലി. ഓക്കെ, നമ്മളിങ്ങനെ ഇടാം. മുളക് പൊടിയുടെ പാക്കറ്റ് എടുക്കുക, ഇങ്ങനെ ഓക്കെ, കാണുന്നില്ല അല്ലേ, ഇങ്ങനെ ഇടാം. അപ്പം നിങ്ങൾക്ക് തോന്നും ഇത്ര ഇട്ടാൽ മതി എന്ന് തോന്നും. അപ്പം നിർത്തുക. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അല്ലാണ്ട് 1 tablespoon മുളക് പൊടി, 1 tablespoon മഞ്ഞൾപ്പൊടി, ദർ ഇസ് നോ സെൻസ് ഇൻ ദാറ്റ്. നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നണേ നിർത്താൻ, അപ്പോൾ നിർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് റെക്കോർഡ് ആക്ഷൻ ഇപ്പോഴാണ് മനസ്സിലായത്. വ്ളോഗ് എടുക്കുന്നതിൻ്റെ തിരക്കിൽ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് ഇമ്പോർട്ടൻറ്റ് മറന്നു, ഉപ്പിടാൻ മറന്നു ഗൈസ്. ഉപ്പ് എടുത്തിട്ട് വരാം. ശ്രേയ ആരുടെ സാധനങ്ങളാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ അങ്ങനെ പറയാം ഗൈസ്. ശ്രേയയുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ അത് കാണാനില്ല, എൻ്റെ ഇത് കാണാനില്ല, അതുകൊണ്ട് വല്ലവരുടെ സാധനങ്ങൾ എടുത്ത്. ഇത് ബ്ലോക്ക് 3യുടെ ഫ്രിഡ്ജാണ്. അവിടെ വേറെ ഫ്രിഡ്ജുണ്ട്, പിന്നെ ഒരു ഫ്രിഡ്ജ് കൂടി ഉണ്ട്. അങ്ങനെ എല്ലാ ഫ്രിഡ്ജത്തെയും സാധനങ്ങൾ ഇന്ന് അടിച്ചു മാറ്റുന്നതാണ് ശ്രേയയുടെ പണി. എനിക്ക് വേണം ഗൈസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ വെയിൽ തട്ടിയ മൊത്തം ചോക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ബ്ലഷ് ഇട്ട് നടക്കുന്നതല്ല ആക്ച്വലി. അതാണ് അവിടെ കുക്കർ അടക്കി കൊള്ളത്തില്ല ഗൈസ്. ബ്ലൂപ്പേഴ്സ് ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങി സൂപ്പറായിട്ട് ആക്ച്വലി. ഇപ്പോൾ ഞാൻ പോയി കുളിച്ചു. നമ്മൾ 12 hours സ്റ്റഡി വ്ളോഗിൽ 12 പോയിട്ട് 1 പോലും നമ്മൾ പഠിച്ചിട്ടില്ല. എനിക്ക് ആക്ച്വലി നല്ല പേടിയുണ്ട് ആക്ച്വലി. എനിക്ക് പ്രാക്ടിക്കൽ എക്സാം ഒന്നും കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ ആക്ച്വലി. എൻ്റെ മുടി ഒരു
ഇതായി കിടക്കുന്നുണ്ട്. പോട്ടെ, ശരിയാക്കാം. ഓക്കെ, അപ്പം ഇനിയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കൽ എക്സാം, തിയറി എക്സാം എല്ലാം ഒരുമിച്ച് ഇങ്ങനെ പഠിക്കേണ്ടതായിരിക്കും. ഇപ്പോൾ സമയം എത്ര മണി? 6:30 ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ പഠിക്കാൻ പോവാണ്. ഞാൻ റൂമിൽ ചെന്നിരുന്ന് റീൽസ് സ്ക്രോൾ ചെയ്യും. അതുകൊണ്ട് ഞാൻ റൂമിലോട്ട് പോയി. ഞാൻ സ്റ്റഡി ഹാൾ വേണ്ട, റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, എൻ്റെ റൂമിലെല്ലാവരും പോയി ആക്ച്വലി ബേസിക്കലി നാട്ടിലോട്ട്. അപ്പം കുഴപ്പമില്ല, നമുക്ക് പഠിക്കാം. ഐ തിങ്ക് നല്ല 6:30 തൊട്ട് എത്ര മണിയാണ്? 10 മണി വരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് പഠിക്കാം. എന്നിട്ട് 10 മണിക്ക് ഫുഡ് കഴിക്കാം. എന്നിട്ട് അമ്മേനെ അപ്പേനെ അല്ലുവിനെയും വിളിച്ചിട്ട് വീണ്ടും ഒരു റിവിഷൻ ചെയ്യാം. അതെങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഓക്കെ, അത് നല്ല ഐഡിയ. ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാം ഗൈസ്. അപ്പം കറക്റ്റ് നമുക്ക് പഠിക്കാൻ ബുക്ക് എടുത്തപ്പം നമുക്ക് വീണ്ടും ബേസിക്കലി വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കിടിലൻ റെസിപ്പിയാണ് ബ്രെഡ് ആൻഡ് ജാം. അപ്പോൾ ഞാൻ ബ്രെഡ് ആൻഡ് ജാം കഴിക്കാൻ പോവാണ്. ബട്ടർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തേക്കുക, ഇത്തിരിയും കൂടിയും ആവാം. എന്നിട്ട് നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നത് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, നിങ്ങൾക്കും ബ്രെഡ് വാങ്ങിച്ചാൽ ഇതുപോലെ കഴിക്കാൻ പറ്റും. എനിക്ക് അത്ര ജാം ഇഷ്ടമല്ല. നമ്മൾ തരി ജാം എടുത്താൽ മതി ആക്ച്വലി, അത്രയും വേണ്ട. പക്ഷേ എന്നിട്ട് നമ്മളിങ്ങനെ തേക്കുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും, മനസ്സിലായോ? എന്നിട്ടൊന്നുമില്ല, നമ്മൾ കഴിക്കുക. ഞാൻ ഒരെണ്ണം ഡെമോ കാണിച്ചു. അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ദിവസം ഏകദേശം കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഇപ്പോൾ സമയം 10 മണിയായി. ഞാൻ പഠിച്ചു എന്ന് ചോദിച്ചാൽ ബുക്ക് എടുക്കുമ്പോൾ ഞാൻ വീണ്ടും വിശന്നപ്പോൾ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ വീണ്ടും അമ്മേനെ വിളിച്ചു. പിന്നെ എന്നെ ഇതുവരെ വിളിക്കാതെ കുറേ ഫ്രണ്ട്സ് എന്നെ വിളിക്കുക. പഠിക്കാൻ പറ്റിയില്ല അത്രയ്ക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മളിങ്ങനെ പഠിക്കും, കുഴപ്പമൊന്നുമില്ല. ഇറ്റ്സ് ഫൈൻ ബേസിക്കലി. പക്ഷെ ഇന്നത്തെ വ്ളോഗ് പഠിച്ചില്ലെങ്കിലും ആക്ച്വലി പ്രൊഡക്റ്റീവ് ആയിരുന്നു ഐ തിങ്ക്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞാൻ ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയൊന്നും പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നില്ല. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇനിയും ഇതുപോലത്തെ നല്ല വ്ളോഗ്സ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യു ക്യാൻ ഗിവ് മീ സജഷൻസ് ഫോർ ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ. आगे आगे चलूं मैं, पीछे मेरी जिंदगी, थोड़ा सा जी लूं आज मर्जी है मेरी। कच्चे कच्चे रस्तों पे जिंदगी है टेढ़ी सी, रोशन है रात और सुबह मेरी अंधेरी सी, बीते लम्हों को बुला के